പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ അർജുൻ അയങ്കെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കിയിരുന്നു. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ ഇന്നലെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും പോലീസ് നടപടികളെ പരിഹസിച്ചാണ് അർജുൻ അയങ്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിവരങ്ങളുമായി രേഷ്മയാണ് ചേരുന്നത്. രേഷ്മ, അർജുൻ അയങ്കെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. മറ്റു വിശദാംശങ്ങൾ. മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പോലീസ് അർജുൻ അയങ്കയെ ഹാജരാക്കുക. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പൊക്കെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. കടവന്ത്രയിലെ ജെ& അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് അർജുൻ അയങ്കയെ തെളിവെടുത്തിരുന്നു. നേരത്തെ ഇതേ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഇതേ അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പൊക്കെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. കടവന്ത്രയിലെ ജെ& അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് അർജുൻ അയങ്കയെ തെളിവെടുത്തിരുന്നു. നേരത്തെ ഇതേ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഇതേ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പോലീസ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ തന്നെ അർജുൻ അയങ്കെ പങ്കുവച്ചത്. അർജുൻ അയങ്കയുടെ 2 സുഹൃത്തുക്കളെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഈ തെളിവെടുപ്പിനായിട്ട് ഈ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്ന വേളയിൽ അർജുൻ അയങ്കെ തമാശ രൂപേണയാണ് പോലീസിന്റെ നടപടിക്രമങ്ങളെ വ്യാഖ്യാനിച്ചതും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയതും. നായയെ കൊന്ന കേസല്ല എന്നത് ഉൾപ്പെടെയുള്ള പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങൾ അർജുൻ അയങ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് തെളിവ് ശേഖരണം നടത്തി എന്നുള്ളൊരു നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത്. ഊന്നുകൽ പോലീസും അതോടൊപ്പം തന്നെ കോതമംഗലം പോലീസുമാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് ഊന്നുകൽ SI-ക്കെതിരെ അതോടൊപ്പം തന്നെ കോതമംഗലം SHO-ക്കെതിരെയും സമൂഹ മാധ്യമങ്ങളുടെ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവെച്ചു എന്നുള്ളതാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം. അതായത് നേരത്തെ കോതമംഗലം റിസോർട്ടിൽ വെച്ചിട്ട് അർജുൻ അയങ്കയും സുഹൃത്തുക്കളും സംഘം ചേർന്നിരുന്നു. ഇതൊരു കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള സംഘം ചേരലാണെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ SHO ആണ് ഈ പറയുന്ന കൂട്ടാളികളെയും അർജുൻ അയങ്കയും കസ്റ്റഡിയിലെടുത്തത്. അത് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത് കസ്റ്റഡിയിലെടുത്ത തന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അർജുൻ അയങ്കെ സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റുകൾ പങ്കുവെച്ചത്. അവരുടെ കുടുംബാംഗങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവെച്ചു. അതോടൊപ്പം തന്നെ പെൻഷൻ പറ്റി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഭീഷണി സ്വരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു അതിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും ആ കേസിൽ തന്നെ ജാമ്യം റദ്ദാക്കിയ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഈ കേസിൽ, അതായത് രണ്ടാമത്തെ ഏറ്റവും ഒടുവിലത്തെ ഈ സമൂഹ മാധ്യമം വഴിയുള്ള ഭീഷണിപ്പെടുത്തൽ ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഇന്ന് ഹാജരാക്കുക. ഒപ്പം തന്നെ പോലീസ് നിർണായകമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ.